ഒരു പശുവിനെയും ഭൂതം ഉപദ്രവിക്കില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ആരും കാണാതെ ആ പശുക്കളുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ട് കുമ്പയും നിറച്ച് തിരിച്ചു പോവും. അപ്പൊ എന്റെ കുഞ്ഞുമോള് പറ, ഭൂതം ശരിക്കും പാവല്ലേ? ഇനിയും പറഞ്ഞു തരാൻ കുറേ കഥകളുണ്ട് കേട്ടോ. അത് മുഴുവൻ കേട്ട് എന്റെ കുഞ്ഞ് വളരും. വളർന്ന് വളർന്ന് വലിയ കുട്ടിയാവും. അപ്പോഴേ കുഞ്ഞിയുടെ കുഞ്ഞിക്കാലടി ഉണ്ടല്ലോ, ദാ അച്ഛന്റെ ഈ നെഞ്ചത്ത് ഇങ്ങനെ പച്ച കുത്തി കിടക്കും. രാധികയില്ലാത്ത ഈ ജീവിതത്തില് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ബലം ഉണ്ടായത് എന്റെ ഈ കുഞ്ഞിക്കാലടി കണ്ടതോടെയാ. എന്റെ മോളെ ഉറങ്ങിക്കോ കേട്ടോ, എന്റെ മോളെ ഉറങ്ങിക്കോ. എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ. അവൾ ഉറങ്ങി. കഥ കേട്ട് കേട്ട് അവൾ ഉറങ്ങിപ്പോയി. ഇനി അവൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളില് പറഞ്ഞു കൊടുത്ത കഥയിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളായിരിക്കും. കഥ കേട്ട് വളരുന്ന കുട്ടികള് ഒരിക്കലും തെറ്റുകാരായി വളരില്ല. അല്ല വേദ, ശരിയല്ലേ? 10ാം ക്ലാസ് വരെ നാട്ടിലായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ. 7ൽ പഠിക്കുമ്പോൾ കണക്ക് പഠിപ്പിക്കാൻ ഒരു മാഷ് വന്നു. കഥകളിലൂടെ കണക്ക് പഠിപ്പിച്ചിരുന്ന ഒരു മാഷ്. കണക്കിനൊപ്പം കഥകളും കവിതകളും പാട്ടും ഒക്കെ ആയിരുന്നു മാഷിന്റെ ക്ലാസ് മുഴുവൻ. ഒരു വർഷേ മാഷിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ CBSE മാറി. പക്ഷെ ആ മാഷിന്റെ ക്ലാസ്സിലെ കഥകളും കവിതകളും എന്റെ ജീവിതത്തിൽ മുഴുവൻ മറക്കാതെ കൂടെ തന്നെ കൊണ്ടുവന്നു. ഒരു സുധാകര മാഷ്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവോ? ആ കാലത്തിന് ശേഷം പിന്നെ ഞാൻ മാഷിനെ കണ്ടിട്ടേ ഇല്ല. അഡോളസൻസ് ആണ് ഒരു കുട്ടിയുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. അക്കാലത്ത് ജീവിതത്തിലുണ്ടാകുന്ന പോറലുകളാണ് ഭാവിയെ മാറ്റിയെടുക്കുന്നത്. എന്റെ കുഞ്ഞിക്ക് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കുട്ടിക്കാലം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒരു കുഞ്ഞി പോറല് പോലും അവളുടെ മനസ്സിൽ വീഴാൻ പാടില്ല. തെറ്റായ എല്ലാ കാഴ്ചകളിൽ നിന്നും എനിക്ക് അവളെ മറച്ചു പിടിക്കണം. പണ്ട് സ്കൂൾ അസംബ്ലിയിൽ ഒരു പ്രാർത്ഥന ചൊല്ലും, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ഓർമ്മയുണ്ടോ ഇതൊക്കെ? അതിൽ ചില വരികളുണ്ട്. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം. എന്റെ മോൾ അങ്ങനെ വളരണം. ഇനിയുള്ള എന്റെ ജീവിതം അവളെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള തപസ്സാണ് എനിക്ക്. വേദ എന്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് മനസ്സിലുണ്ടാവും, മറക്കില്ല. ഇനിയിപ്പോൾ ഏതായാലും മുറിയിലേക്ക് ചെല്ലണ്ട. അവൾ നല്ല ഉറക്ക. 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ ഉണരൂ. അപ്പോൾ ആദ്യം എന്നെ കണ്ടാൽ മതി, അതാ നല്ലത്.
പറഞ്ഞോ? അവൻ എങ്ങനെയാ പ്രതികരിക്കാന്നുള്ള പേടിയോടെ ഇരിക്കുകയായിരുന്നു മോളെ ഞാൻ. രണ്ടറ്റത്ത് അവന്റെ സ്വഭാവം. ഒന്നുകിൽ ഈ വീട് മുഴുവൻ പൊട്ടിത്തെറിക്കും പോലെ ബഹളം വെക്കും, അല്ലെങ്കിൽ അങ്ങേയറ്റം തകർന്ന് ആരോടും മിണ്ടാതെ ദിവസങ്ങളോളം ഒറ്റയ്ക്കിരിക്കും. രാധിക വരുന്നതിന് മുമ്പ് അവൻ്റെ ഈ രണ്ടവസ്ഥകളും അമ്മ കണ്ടിട്ടുണ്ട്. കുഞ്ഞുമോളുടെ കാര്യം അവൻ അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഭയന്ന് വിറച്ച ഞാൻ അവൻ്റെ മുറിയിലോട്ട് പോയത്. പക്ഷെ അവനൊന്നും സംഭവിക്കാത്ത പോലെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു. മോൾ എന്താ അവനോട് പറഞ്ഞത്? പറഞ്ഞില്ലമ്മേ. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞാണെന്നും പറഞ്ഞ് നെഞ്ചിലാണ് പച്ച കുത്തി വെച്ചിരിക്കുന്നത്. കൂട്ടത്തില് അവൾ എങ്ങനെ വളരണം, എങ്ങനെ ജീവിക്കണമെന്നുള്ള സ്വപ്നങ്ങളും. ഒന്നും പറയാനായില്ല എനിക്ക്. നമുക്ക് പറയാം മോളെ, അല്പം കൂടെ കാത്തിരിക്കെ, എന്നിട്ട് പറയാം. पक्का देखा ना तूने उसे बच्ची के साथ? अरे यहाँ की एम्बुलेंस ड्राइवर का फोन आया था मेरे पास। उसने बताया कि वो बच्ची को लेके यहाँ आई है। चल चल चल। फिर चल के देखते हैं। ചുച്ചു എന്നടാ? ഓക്കെ വേദ. എന്താണ് വാവേ? എന്താണ്? അപ്പോ ഇത്ര ദിവസമായിട്ടും സത്യം തരുൺ അറിഞ്ഞിട്ടില്ലല്ലേ? കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ വേദ. എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. നെഞ്ചിൽ കുഞ്ഞിന്റെ കാലടി പച്ചകുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹി ഹാസ് ഡെവലപ്ഡ് എ കൈൻഡ് ഓഫ് ഒബ്സഷൻ വിത്ത് എ ബേബി. അത് കൂടുതൽ അപകടമാണ് വേദ. എനിക്കറിയാം ഡോക്ടർ. പക്ഷേ എങ്ങനെ തരുണിനെ ബോധ്യപ്പെടുത്തുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. യു നീഡ് ടു ഫിഗർ സംതിങ് ഔട്ട് വേദ. ഇപ്പോഴത്തെ അവസ്ഥയിൽ തരുണിനോടത് പറഞ്ഞ അവനത് ശരിയാണ്. തരുണിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാനും മറികടക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് എൻ്റെ പേടിയും ഡോക്ടർ. ഒരമ്മ എന്ന നിലയിൽ സേതുലക്ഷ്മിയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വേദയും അതേപോലെ ഒരമ്മയാണല്ലോ. ഇക്കണക്കിന് പോയാൽ കുട്ടിയുടെ പേരിൽ തരുൺ പല നിബന്ധനകളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വേദയ്ക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താ ഞാൻ ഇനി ചെയ്യുക ഡോക്ടർ? ഒരു സൈക്കോളജിസ്റ്റ് വഴി തരുണിനെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അത് പിന്നെ ഡോക്ടറെ, ഒരു സൈക്കോളജിസ്റ്റിനെ പോയി ഇപ്പോൾ കാണണമെന്ന് തരുണിനോട് ഞാൻ എങ്ങനെ പറയും? പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് ചെയ്തേ പറ്റൂ. ശരി ഡോക്ടറെ, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓക്കെ. തരുൺ ഇന്ന് വന്നില്ലേ? ആ വന്നു, പുറത്തുണ്ട്. ഒഫീഷ്യലായിട്ട് കുറേ ഫോൺ കോൾസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ശരി. ഇത് ഫാർമസിയിൽ കാണിച്ചോളൂ. തന്നോളൂ. ശരി ഡോക്ടറെ. പോയിട്ട് വരാം. ഓ ഓ ഓ
കരയില്ലേ. മോൾ എന്ത് തീരുമാനിച്ചു? ആ ഡോക്ടർ പറഞ്ഞ പോലെ തരുണിനോട് പറയണം, പക്ഷെ അതിനുള്ളൊരു വഴി കണ്ടുപിടിക്കണം. ഉം. എന്തു പറ്റി? എന്താ? അമ്മ വന്നേ, ആ, നടക്ക്, അങ്ങോട്ട് നടക്ക്. എന്താ? देख देख वही है ना वो, कहाँ है? मैंने देखा है. चल चल चल. അമ്മേ, ദേ കുഞ്ഞിനെ പിടിക്ക. എന്താ? കുഞ്ഞുമായിട്ട് പുറത്തേക്ക് ചെല്ല. എന്താ മോളെ പ്രശ്നം? ഏ പറയുന്നത് കേൾക്ക്. അമ്മ പോ, ആ. വേഗം. പോയിക്കോ, റിസപ്ഷനിൽ അമ്മയുണ്ട്. हेलो, डीसीपी तरुण हियर. 2 वांटेड क्रिमिनल्स अभी पकड़े गए हैं. लोकेशन जीवन अनमोल हॉस्पिटल. ओके? എന്താ മോളെ? എന്തു പറ്റി? ആരാ അവര്? അവരാണോ? എന്നിട്ട് അവര് പോയോ മോളെ? അപ്പോഴേക്കും തരുൺ വന്നു. തരുണോ? അതാ അമ്മ
അമ്മ റിസപ്ഷനിലുണ്ടെന്ന് തരുണ പറഞ്ഞത്. ഒരുപക്ഷെ അവൻ എന്നെ കണ്ടു കാണും. എന്നിട്ട് എന്താണോ എൻ്റെ അടുത്ത് വരാതെ പോയത്? എൻ്റെ മോളെ അവൻ ആ സമയത്ത് എത്തിയത് നിന്റെ ഭാഗ്യം. ഇക്കണക്കിന് ഈ കുഞ്ഞുമായി നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും മോളെ? सर हाँ इन दोनों को लेके जाओ. നീ അവരിൽ നിന്നെങ്ങാനും തരുൺ മോളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കാണുമോ? എനിക്കതോർത്തിട്ട ടെൻഷൻ. കുട്ടി സ്വന്തമല്ലെന്നൊരു തോന്നൽ വന്ന് അവൻ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല മോളെ. ആരാ മോനെ അവര്? ഡൽഹിയിലെ ചില ക്രിമിനൽസാ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേ കുഞ്ഞിനെ വാങ്ങും. പേടിക്കണ്ട മോളെ. മോനെ തരുൺ, ആ. അവര് അന്ന് നിന്നെയും രാധികമോളെ ആക്രമിക്കാൻ വന്നവര് തന്നെയാണോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, അവരിപ്പോഴും പുറകെ ഉണ്ടോന്നറിയാൻ ചോദിച്ചതാ. അന്ന് ആക്രമിച്ചവരെല്ലാം ഇപ്പൊ സബ് ജയിലാണോ? അന്ന് അമ്മ കണ്ടത് അവരെയല്ല. ഇപ്പോഴത്തെ ആക്രമണം എനിക്കും എൻ്റെ കുഞ്ഞിന് നേരെയല്ല. അവരന്വേഷിക്കുന്നത് വേദയാണ്. വേദ കൂടെയുള്ളതുകൊണ്ട് അതെൻ്റെ മകൾക്ക് നേരെ ബാധിക്കുന്നു, അത്രേ ഉള്ളൂ. ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. അതിലും വലിയ പ്രശ്നങ്ങളിൽ കുഴങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളൂ. എന്താ ഇനിയും ആളുകൾ പുറകെ ഉണ്ടാവോ? എൻ്റെ മകളെ നോക്കാനെന്ന പേരിൽ നിങ്ങളെ കൂടെ നിർത്തിയാൽ അത് എൻ്റെ കുഞ്ഞിനും കൂടി ആ ത്രട്ടാവാൻ പോകുന്നത്. നീ എന്തൊക്കെയാ തരുൺ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമായിട്ടമ്മേ. അവരന്വേഷിക്കുന്നത് വേദയായിരുന്നു. അത് ഇനിയും തുടരുന്ന ഉറപ്പാ. നാളെ അത് എൻ്റെ കുഞ്ഞിനെയും ബാധിച്ചെന്ന് വരാം. എന്നുവെച്ച് ആരോരും ഇല്ലാത്ത ഈ കുട്ടിയെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണമെന്നാണോ പറയുന്നത്? നീ ഇങ്ങ് വന്നേ തരുൺ, വാ. ഈശ്വര, ഒരു വല്ലാത്ത കെണിയിലാണല്ലോ നീ കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. എന്റെ മോളുടെ അടുത്തൊന്ന് മാറി നിൽക്കേണ്ട ഗതികേടില് എന്നെ കൊണ്ട് എത്തിക്കരുതേ ഭഗവാനെ. എന്താമേ? സ്വന്തം കുഞ്ഞിനെ പോലും അതിന് സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല. ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ അവളോട് തരുൺ? എന്നുവെച്ച് ഇനിയും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലോ? ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നോക്കണ്ടമ്മേ. തരുൺ ദബാങ് എന്ന് മുതലാ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയത്? ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ പതറിയിട്ടുണ്ടോ? ആ പഴയ തരുണിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു കിടക്കണമ്മ. ആ സ്വഭാവമാ എനിക്കെൻ്റെ രാധി നഷ്ടപ്പെടുത്തിയത്. ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്കത് മനസ്സിലായി മോനെ. അതുപോലെ തന്നെ നമ്മുടെ ആശ്രയം തേടി വന്ന ഒരു കുട്ടിയല്ലേ വേദ. നമ്മുടെ കുഞ്ഞിക്കിപ്പം വേദയെപ്പോലെ ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. കുറച്ചു കാലം അവളെ സംരക്ഷിച്ചു നിർത്താൻ നിനക്ക് സാധിച്ചാ അത് നമ്മുടെ കുഞ്ഞിനും സഹായമാവില്ലേ മോനെ? നമ്മുടെ കൂടെയാണ് അവളെങ്കിൽ അവളെ തേടി ഇനി ആരും വരാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പാ. ഭഗവാനാ നമുക്ക് സാക്ഷിയായി നിൽക്കുന്ന. ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കാനാ മോനെ ഈശ്വരൻ പറയുന്നത്.
ഉപേക്ഷിക്കാൻ ഒരിക്കലും പറയില്ല. ആ കുട്ടി അങ്ങനെ തള്ളിക്കളയരുത് മോനെ. തൽക്കാലം ഞാൻ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. എൻ്റെ മകളെ ബാധിക്കാതെ എനിക്കത് പരിഹരിച്ചേ പറ്റൂ. നീ കുഞ്ഞിനെ വേഗം കരയിക്കാതെ വേദയ്ക്ക് കൊടുക്ക്. ഞാൻ കാറിലുണ്ടാവും. കുഞ്ഞിനെ കരച്ചിൽ നിർത്തിയിട്ട് വന്നാൽ മതി. ഷോ പാല് കൊടുക്കും മോളെ.